കഴിഞ്ഞ വർഷം ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായിട്ട് പറയുന്നു. ഈ വർഷം ഇതിനോടകം തന്നെ ഏതാണ്ട് 14 വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ജീവനും അന്തസ്സും വിദ്യാഭ്യാസ അവകാശവും സംരക്ഷിക്കുകയും വിശ്വാസ്യതയുള്ള പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടക്കുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർ ഇതിൽ പ്രതികളായി മാറുന്നു. സർ, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണ്ണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഉയർന്നുവരുന്ന പരാതികളും അന്വേഷണങ്ങളും കോടതികളുടെ ഇടപെടലുകളും പൊതുസമൂഹത്തിൽ വ്യാപകമായ ആശങ്കയും അവിശ്വാസവും സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യം അതീവ ദൗർഭാഗ്യകരമാണ്. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും സമീപകാലത്ത് ദേശീയ പരീക്ഷാ ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംഘടിപ്പിച്ച നീറ്റ് UG, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UGC CSIR പരീക്ഷകൾ ഉൾപ്പെടെയുള്ള വിവിധ ദേശീയതല പ്രവേശന പരീക്ഷകളിലും അതോടൊപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന നിയമന പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷകൾ മാറ്റിവെക്കൽ, റദ്ദാക്കൽ, സാങ്കേതിക തകരാറുകൾ, സുരക്ഷാ വീഴ്ചകൾ, ഭരണപരമായ അനാസ്ഥ എന്നിവ ആവർത്തിച്ചുണ്ടായിട്ടുള്ളതും CBSE +2 പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകളും രാജ്യത്തെ പ്രവേശന നിയമ പരീക്ഷാ സംവിധാനത്തിൽ ഘടനാപരവും ഭരണപരവുമായ ഗുരുതര പോരായ്മകൾ നിലനിൽക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും സംഘടിത പരീക്ഷാ ക്രമക്കേട് ശൃംഖലയെയും കണ്ടെത്തി അവരുടെ മേൽ മാതൃകാപരമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഭരണപരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർണ്ണയിച്ച് നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുകയും പരീക്ഷാ നടത്തിപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും സാങ്കേതിക സുരക്ഷയും സ്വതന്ത്ര മേൽനോട്ടവും നിർബന്ധമാക്കുന്ന സമഗ്രമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കേണ്ടി വന്ന ദാരുണ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ജീവനും അന്തസ്സും വിദ്യാഭ്യാസ അവകാശവും സംരക്ഷിക്കുകയും വിശ്വാസ്യതയുള്ള പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സംരക്ഷിക്കുകയും ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിനാവശ്യമായ അടിയന്തരവും ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായിട്ട് പറയുന്നു. ഈ വർഷം ഇതിനോടകം തന്നെ ഏതാണ്ട് 14 വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA രൂപീകൃതമായതിനു ശേഷം NTA കീഴിൽ നടക്കുന്ന ഈ പരീക്ഷകളിൽ ഉണ്ടാവുന്ന ആവർത്തിച്ചുള്ള പരീക്ഷാ ലീക്കിനെ സംബന്ധിച്ചും ക്രമക്കേടുകളെ സംബന്ധിച്ചും രാജ്യത്താകമാനം ഉണ്ടായിരിക്കുന്ന വലിയ ആശങ്കയുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്, രക്ഷിതാക്കൾ പ്രതിഷേധത്തിലാണ്. CBSE പരീക്ഷയിൽ അതിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത്. ആ പരീക്ഷയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഉയർന്ന റാങ്ക് നേടുന്നു. മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർ ഇതിൽ പ്രതികളായി മാറുന്നു. സർ, വളരെ 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 ഒരു ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ പ്രതികളായി മാറുന്നൊരവസ്ഥ കാണുകയാണ്. സർ, മാത്രമല്ല സർ, ഇതിൽ കാണുന്നത് ഈ സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക. സർ, സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതുപോലും നമ്മൾ കണ്ടു. ഇതിനകത്തൊക്കെ പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ എൻട്രൻസ് പരീക്ഷ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നവരാണ് എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്.